അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഒടുവിൽ നാടകീയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ്. നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ വാശി അവസാനിപ്പിച്ചു. പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ദൈവത്തിന് മാത്രമേ തങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയൂ എന്നൊക്കെ വീമ്പ് പറഞ്ഞ ബൈഡൻ വളരെ നാടകീയമായാണ് പിൻവലിയുന്നത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ അഭ്യർത്ഥനയാണ് ബൈഡന്റെ മനം മാറ്റത്തിന് കാരണം. ആരോഗ്യപരമായി നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ബൈഡന് മറവി രോഗമാണെന്ന പ്രചാരണവും ശക്തമായിരുന്നു. രാജ്യത്തിന്റെയും പാർട്ടിയുടെയും നല്ലതിനായി മത്സരത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന കുറിപ്പിനൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് കാലയളവിലെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാണ് ബൈഡൻ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചത്. ബൈഡൻ പിന്മാറിയതോടെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ വഴികൾ കുറച്ചുകൂടി തെളിയുകയാണ്. അതോടൊപ്പം തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി കമല ഹാരിസിനെ ജോ ബൈഡൻ തന്നെ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. കമലയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതായിട്ടാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. ഒന്നിച്ചു നിന്ന് ട്രംപിനെ തോൽപ്പിക്കണമെന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരോട് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കമല ഹാരിസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഓൺലൈനായി സംഭാവന ചെയ്യാനുള്ള ലിങ്കും ബൈഡൻ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതൊക്കെയും ഓരോ സൂചനകളായിരിക്കുമോ? ബൈഡന് പകരം കമല എത്തുമെന്നതിന്റെ സൂചന? റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപുമായി ജൂണിൽ നടന്ന സംവാദം ബൈഡന് അനുകൂലമാകാതിരുന്നപ്പോൾ തന്നെ സ്വന്തം പാർട്ടിക്കുള്ളിലെ എതിർപ്പുകളും ബൈഡന് നേരെ അണ പൊട്ടിയെത്തിയിരുന്നു. കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് US വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്നും ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥ അമേരിക്കയുടേതാണെന്നും പിന്മാറ്റം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പിൽ ജോ ബൈഡൻ പറഞ്ഞു. സുപ്രീം കോടതിയിൽ ആദ്യമായി ഒരു അമേരിക്കൻ ആഫ്രിക്കൻ വനിതയെ നിയമിച്ചതും കോവിഡ് കാലത്തെ മറികടന്നതും ഉൾപ്പെടെയുള്ള നേട്ടങ്ങളും ഒന്നിടപെടാതെ എണ്ണി പറഞ്ഞ ശേഷമാണ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചത്. വീണ്ടും ഒരു വിജയം ആഗ്രഹിച്ചതിൽ തെറ്റു പറയാനാകുമോ? കാരണം അമേരിക്കയുടെ വികസനത്തിൽ നല്ലൊരു പങ്ക് വഹിച്ച വ്യക്തി തന്നെയാണ് ബൈഡൻ. പ്രായം നൽകിയ കുരുക്കാണോ, എതിരെ നിൽക്കുന്നവന്റെ കുബുദ്ധി കൊണ്ടാണോ, എന്തുകൊണ്ടോ തെല്ലൊന്ന് അടിപതറുകയാണ് ബൈഡൻ. എന്നാലോ അവസരങ്ങൾ കൃത്യത്തിന് മുതലെടുക്കുകയാണ് ട്രംപ്. കമല ഹാരിസിനെ പരാജയപ്പെടുത്തുന്നത് ബൈഡനേക്കാൾ എളുപ്പമാണെന്നാണ് ട്രംപിന്റെ അഭിപ്രായം. ബൈഡൻ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രസിഡന്റാണ്. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനും സേവിക്കാനും യോഗ്യനല്ല. നുണകളിലൂടെയും വ്യാജ വാർത്തകളിലൂടെയുമാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം നേടിയത്. അദ്ദേഹത്തിനൊഴികെ ചുറ്റുമുള്ളവർക്കും മാധ്യമങ്ങൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും അറിയാമായിരുന്നു അദ്ദേഹത്തിന് പ്രസിഡന്റ് ആകാൻ കഴിവില്ല എന്നുമാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞത്. പ്രായത്തിന്റെ കാരണങ്ങളും അവശതകളും മാത്രം പറഞ്ഞ് ബൈഡനെ ഒഴിവാക്കാൻ എളുപ്പമാകുമായിരുന്നില്ല. കാരണം വെറും 3 വയസ്സിന്റെ വ്യത്യാസം മാത്രമാണ് ബൈഡനും ട്രംപും തമ്മിലുള്ളത്. ബൈഡൻ പ്രവർത്തനങ്ങളിൽ അവശനും ക്ഷീണിതനും ഓർമ്മക്കുറവുണ്ടായിരുന്നു എന്ന കാരണങ്ങളൊക്കെയായിരുന്നു ബൈഡനെതിരെയുള്ള വാദങ്ങൾ. അതേ സമയത്ത് തന്നെയുണ്ടായ നാറ്റോ ഉച്ചകോടിയിൽ യുക്രൈൻ പ്രസിഡന്റിനെ പേര് മാറി വിളിച്ചതും. ഇതൊന്നുമല്ല, സമ്മർദ്ദം എത്രയുണ്ടായാലും ബൈഡൻ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ലായിരുന്നു എന്നത് തന്നെയാണ് വസ്തുത. എന്നാൽ ഇപ്പോഴുള്ള മാറ്റത്തിന്റെ കാരണം പരാജയ ഭയം തന്നെയായിരിക്കണം. ആ ഭയത്തെ ബറാക് ഒബാമയടക്കം ഊതി കത്തിച്ചിരിക്കണം. ഇല്ല എങ്കിൽ ആ വൻ ശക്തി തകരേണ്ടതല്ല. ട്രംപ് ഇത്തവണ അതിശക്തമായാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ആ ശക്തിക്ക് ഒന്നുകൂടി ശക്തിയേറുകയായിരുന്നു കഴിഞ്ഞിടെ നടന്ന വധശ്രമത്തിലൂടെ. വധശ്രമം കൂടിയായപ്പോൾ വിജയസാധ്യത ഇരട്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജയം തിരിഞ്ഞു നടക്കുന്നു എന്ന തോന്നൽ മാത്രമായിരിക്കണം ബൈഡനെ ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിച്ചിരിക്കുക. ബൈഡന്റെ പിന്മാറ്റവും ഒപ്പം കമല ഹാരിസിന് നൽകിയിരിക്കുന്ന പിന്തുണയും മുന്നോട്ട് വെക്കുന്നത് US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ മത്സരമുഖത്തേക്ക് ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് എത്തുമെന്ന് തന്നെയാണ്. അങ്ങനെ വന്നാൽ ട്രംപ് പറഞ്ഞതുപോലെ അമേരിക്കക്കാരിയല്ലാത്ത കമലയെ ജനം പിന്തുണയ്ക്കുമോ?